PSC ഡയറിയിലേക്ക് സ്വാഗതം. മെയ് 1 ഇറങ്ങിയ PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ ഒരു മൈലേജ്, അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ISL കിരീടം മോഹൻ ബഗാനാണ് ഇത്തവണത്തെ വിന്നർ എന്ന് പറയുന്നത്. ISL കിരീടം അല്ലെ, ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024-25 വിന്നർ ആരാണ്? മോഹൻ ബഗാനാണ്. ഫൈനലിൽ ബംഗളൂരു FC ആണ് മോഹൻ ബഗാൻ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ISL 2024-25 എന്ന് എഴുതുക. എന്നിട്ട് വിന്നർ മോഹൻ ബഗാൻ, റണ്ണറപ്പ് ആരാണ്? ബംഗളൂരു FC ആണ്. അടുത്തത് ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് വിജയിയാകുന്ന പ്രായമേറിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് വിജയിയാകുന്ന പ്രായമേറിയ താരമാരാണ്? രോഹൻ ബൊപ്പണ്ണ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ മാർച്ചിലെ പ്ലെയർ ഓഫ് ദ മന്ത് അല്ലേ, പ്ലെയർ ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞ് മാർച്ചിലെ അവാർഡ് ലഭിച്ചതാർക്കാണ്? ശ്രേയസ് അയ്യർക്കാണ്. ശ്രേയസ് അയ്യർ. ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിയാണ് വിന്നറായിട്ടുള്ളത്. കൊനേരു ഹംപിക്ക് കിരീടം ലഭിച്ചു അല്ലേ. ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ ഇന്ത്യയുടെ കൊനേരു ഹംപി കിരീടം സ്വന്തമാക്കി. ചൈനയുടെ ജു വെൻജുൻ അല്ലേ, ചൈനയുടെ ജു വെൻജുൻ ലോക വനിതാ ചെസ് ചാമ്പ്യനാണ്. ലോക വനിതാ ചെസ് ചാമ്പ്യൻ ആരാണ്? ജു വെൻജുൻ, ചൈന സ്വദേശിയാണ്. ടെന്നീസ് ഇതിഹാസം റാഫേൽ നദാലും അതേപോലെ പോൾ വോൾട്ട് താരം അർമാൻ ഡ്യൂപ്ലാൻറ്റിസിനും ജിംനാസ്റ്റിക് താരം സിമോൺ ബൈൽസിനും ലോറസ് പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോറസ് അവാർഡ് നേടിയ വ്യക്തികളാരൊക്കെയാണ്? റാഫേൽ നദാൽ, അർമാൻ ഡ്യൂപ്ലാൻറ്റിസ്, സിമോൺ ബൈൽസ് അല്ലേ. ഇവരുടെ കായിക മേഖല ഏതൊക്കെയാണ്? റാഫേൽ നദാൽ ടെന്നീസാണ്, അതേപോലെ അർമാൻ ഡ്യൂപ്ലാൻറ്റിസ് പോൾ വോൾട്ട് താരമാണ്, അതേപോലെ സിമോൺ ബൈൽസ് ജിംനാസ്റ്റിക് താരമാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ലിവർപൂളാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത്. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025. നമുക്ക് ആ അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ 2025 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. അത് സംവിധായിക, ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 നേടിയ മികച്ച സംവിധായിക ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ദുലക്ഷ്മിയാണ്. സിനിമ അപ്പുറം. മികച്ച നടനാരാണ്? ടൊവിനോ തോമസ് ആണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേപോലെ മികച്ച നടി 2 പേരാണ്, നസ്രിയ നസീമും റീമ കല്ലിങ്കലും. ചലച്ചിത്ര രത്നം പുരസ്കാരം ലഭിച്ചത് വിജയകൃഷ്ണനാണ്. ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് ലഭിച്ചത് ജഗദീഷിനാണ്. മികച്ച പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ, മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. അപ്പോൾ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ, മികച്ച സംവിധായിക ഇന്ദുലക്ഷ്മി അപ്പുറം എന്ന സിനിമയ്ക്ക്, മികച്ച നടൻ ടോബിനോ തോമസ്, മികച്ച നടി നസ്രിയ നസീം, റീമ കല്ലിങ്കൽ എന്നിവരാണ്. 23ാം നിയമ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. 23ാം നിയമ കമ്മീഷൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? SC റെൽഹാനാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ പ്രസിഡന്റ്. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായിക്ക്. ഏത് അവാർഡാണ്? ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായിക്ക്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഹ്രസ്വ സന്ദർശനത്തിനായി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ് ആണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലെത്തി. സംസ്ഥാനത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റതാരാണ്? ഡോക്ടർ A ജയതിലകാണ് അല്ലേ. അപ്പോൾ ആ നമ്പർ ഓർത്തിരിക്കുക, 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് അല്ലേ. ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നത് ശാരദ മുരളീധരനാണ് അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ആരാണ്? 50ാമത്തെ, ഏറ്റവും ലേറ്റസ്റ്റ് 50ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഡോക്ടർ A ജയതിലക് ചുമതലയേറ്റു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തിപ്രകടനമാണ് ആക്രമൺ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തിപ്രകടനമാണ് ആക്രമൺ. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്താണ്. അപ്പോൾ എവിടെയാണ്?
പ്രോജക്റ്റ് വർഷ എന്നാണ് ഇതിൻ്റെ പേര് അല്ലേ. എന്താണ് നോക്കാം. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് ആണ്. സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്താണ്. പ്രോജക്റ്റ് വർഷ എന്നാണ് ഇതിൻ്റെ പേര്. ആഗോള കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലെ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഹോർഹെ മാരിയോ ബെർഗോഗ്ലിയെ എന്നാണ്. അദ്ദേഹം കാലം ചെയ്തു. ആഗോള കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലെ, ഹോർഹെ മാരിയോ ബെർഗോഗ്ലിയോ കാലം ചെയ്തു. 1994 മുതൽ 2003 വരെ ISROയുടെ ചെയർമാനായിരുന്ന പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ അല്ലെ, ഡോക്ടർ കെ കസ്തൂരിരംഗൻ. അദ്ദേഹം അന്തരിച്ചു. 2000 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ നോട്ട് ചെയ്യുക, നമ്മുടെ പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. 2000 പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇതിനു മുമ്പ് ഈ വിദ്യ സ്വന്തമാക്കിയവർ US, റഷ്യ, ചൈന എന്നിവരാണ്. അപ്പോൾ നോക്കുക, ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇതിനു മുമ്പ് ആർക്കൊക്കെയാണുള്ളത്? US, റഷ്യ, ചൈന. നിങ്ങളുടെ ലൈക്കാണ് ഇതിൻ്റെ ആ ഒരു റീച്ചാക്കുന്ന വീഡിയോ, അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ബൈജു ചന്ദ്രനാണ്. വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ബൈജു ചന്ദ്രൻ. കാട്ടാൽ പുരസ്കാരം ലഭിച്ചത് കഥാകൃത്ത് T. പത്മനാഭനാണ് അല്ലേ. എത്രയും പെട്ടെന്ന് ജോലി മേടിച്ച് പോവുക, കാരണം ഓരോ വർഷവും പുതിയ പുതിയ പുരസ്കാരങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ പഠിക്കാൻ പാടാണ്. അപ്പോൾ നേരത്തെ പഠിച്ച് ജോലി മേടിച്ച് പോവുക. കാട്ടാൽ പുരസ്കാരം കഥാകൃത്ത് T. പത്മനാഭന്. മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം എഴുത്തുകാരിയായ ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാൻ്റെ, അവരുടെ പേരാണ് ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാൻ. അവരുടെ നോവലാണ് സ്നോ ലോട്ടസ്. അപ്പോൾ ഈ സ്നോ ലോട്ടസ് എന്ന നോവലിനാണ് മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അല്ല. ഈ സ്നോ ലോട്ടസ് എന്ന പുസ്തകം എഴുതിയതാരാണ്? ലഫ്റ്റനന്റ് കേണൽ സോണിയയാണ്. ലഫ്റ്റനന്റ് കേണൽ സോണിയ, നിങ്ങൾ ഈ പിക്ചറിൽ ഇവിടെ കാണാം, ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാനാണ് അല്ലേ. അടുത്തൊരു പോയിന്റ് നോക്കുക. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായി ഹ്യൂമനോയിഡ് റോബോട്ടായ വ്യോമിത്രയെ വൈകാതെ ബഹിരാകാശത്ത് അയക്കും. അടുത്തിടെ അന്തരിച്ച ചില പ്രശസ്ത വ്യക്തികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ആൾ ഷാജിയൻ കരുണാണ്. മലയാള സിനിമയെ ലോക തിരശ്ശീലയിലെത്തിച്ച ചലച്ചിത്രകാരനാണ് ശ്രീ ഷാജിയൻ കരുണ. അദ്ദേഹം അന്തരിച്ചു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിരിക്കുകയാണ് അദ്ദേഹം അന്തരിക്കുന്നത്. പിന്നെ നമ്മുടെ കുമുദിനി ലാഖിയ അന്തരിച്ചു അല്ലേ. പ്രശസ്ത കഥക് നർത്തകിയും നൃത്ത സംവിധായികയുമാണ് കുമുദിനി ലാഖിയ. അതേപോലെ ഡോക്ടർ MGS നാരായണൻ, അദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തനായ ചരിത്രകാരനാണ്. ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. പിന്നെ തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന ദാരിപ്പള്ളി രാമയ്യ അന്തരിച്ചു. അദ്ദേഹം അറിയപ്പെടുന്നത് തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നാണ്, ദാരിപ്പള്ളി രാമയ്യ. അടുത്തത് ലോകപ്രശസ്ത പെറൂവിയൻ സാഹിത്യകാരൻ മാരിയോ വർഗാസ് യോസ അന്തരിച്ചു. 2010 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലേ. അപ്പോൾ 2010 സാഹിത്യ നൊബേൽ വിന്നറാണ് ഈ പറയുന്ന മാരിയോ വർഗാസ് യോസ. അദ്ദേഹം ലോകപ്രശസ്ത പെറൂവിയൻ സാഹിത്യകാരനാണ്, അന്തരിച്ചു. പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ രഞ്ജിത്ത് നായർ അന്തരിച്ചു. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ മാത്യു സാമുവൽ. അദ്ദേഹവും അന്തരിച്ചു. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ മാത്യു സാമുവൽ അന്തരിച്ചു. അപ്പോൾ ഇത്രയുമാണ് മെയ് 1 ഇറങ്ങിയ PSC ബുള്ളറ്റിനിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അധികവും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.